ഹേ ഗൈസ്, ഇന്ന് ഡേ 1 ഓഫ് മൈ ഇന്റേൺഷിപ്പാണ്. ഈ ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്ന വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ഇന്റേൺഷിപ്പിനായിട്ട് വരുന്നത്. പിന്നെ വേറൊരു സന്തോഷം എന്തെന്ന് വെച്ചാൽ കുഞ്ഞാൾ തൊട്ടേ വീട്ടുകാർ ഇതിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഇതാണ് നിയമസഭ എന്ന് ചൂണ്ടിക്കാണിക്കുന്നതല്ലാതെ ഇതിൻ്റെ അകത്ത് കയറി ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കയറി കാണുന്നത്. അതിന് കാരണം ഇന്റേൺഷിപ്പ് തന്നെയാണ്. ഫസ്റ്റ് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് നമുക്ക് വന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. നിയമസഭയെ കുറിച്ചും അവിടെ ഇന്റേൺഷിപ്പിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായാലും ഫുഡ് വിട്ട് നമുക്കൊരു കളിയില്ല. അതുകൊണ്ട് പരിപാടി കഴിഞ്ഞോടൻ തന്നെ നേരെ ക്യാൻറ്റീനിലോട്ട് വെച്ച് പിടിച്ച്. ഈ കാണുന്ന സീൻ എന്ന് വെച്ചാൽ നിയമസഭയിലെ സഭാ ടി വിക്ക് വേണ്ടി കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ആയി നിൽക്കുന്ന പരിപാടിയാണ്. നിയമസഭയിലെ ഫസ്റ്റ് ഡേ ഓഫ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് അടുത്ത് നേരെ വഞ്ചൂർ കോടതിയിലോട്ട് വിട്ടു. നമ്മളെത്ര കാള പോലെ വളർന്നാലും ഊഞ്ഞാല് കണ്ട ആടി കളിക്കുന്ന ഒരു കുഞ്ഞു മനസ്സാണ് നമ്മളുടെ. അതങ്ങനെയാണെങ്കിൽ ലൈഫ് സൂപ്പർ ആയിരിക്കും. ഇവരൊക്കെ നമ്മളെ പിള്ളേർ തന്നെയാണ്. മര്യാദയ്ക്ക് ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന പിള്ളേരെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയ ഹിമച്ചേച്ചിയും പിള്ളേരുടെ പൾസ് അറിഞ്ഞ് ഊഞ്ഞാലാട്ടി കൊടുക്കുന്ന അമലിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർ ഊഞ്ഞാലിൽ നിന്ന് എണീറ്റ് മാറിയിട്ട് എൻ്റെ സേവനങ്ങൾക്ക് പെരുത്ത് നന്ദി അമലിനോട് പറഞ്ഞിട്ട് അവരെ തന്നെ സ്വന്തമായിട്ട് ഊഞ്ഞാലാടാൻ തുടങ്ങി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അടുത്ത് നമ്മളിനി കുറുവി നടന്നു പോകുന്നത് മഞ്ചൂർ കോടതിയിലെ ക്യാൻറ്റീനിലോട്ടാണ്. വെറുതെ അവിടെ ഇരുന്നപ്പോൾ ഒരു സിനിമാറ്റിക് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ് ഈ വീഡിയോ. ഇപ്പോഴത്തെ പിള്ളേർ ചായക്കെതിരായതുകൊണ്ട് 2 ലൈം അടിച്ചിരിക്കുന്ന 2 വിദ്യാർത്ഥികളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്നും കുടിച്ചില്ല, കാരണം മിക്കവാറും ഞാൻ ഡയറ്റിലായിരുന്നു. മഞ്ചൂർ കോടതി ക്യാൻറ്റീനിലെ ലൈം ജ്യൂസും കുടിച്ചു കഴിഞ്ഞ് അടുത്തൊരു മഴയത്ത് ചായയോ കോഫിയോ എന്തെങ്കിലും കുടിക്കാനായിട്ട് പാളയത്തുള്ള പങ്കായത്തിലോട്ട് കയറി. രാവിലെ തൊട്ട് വലുതായിട്ടൊന്നും കഴിക്കാതിരുന്നതുകൊണ്ട് ഞാനും പിന്നെ ഒരു കോഫി അങ്ങ് ഓർഡർ ചെയ്തു. ഷുഗർ കട്ട് ആയതുകൊണ്ട് കോഫിയിൽ മധുരം ഇട്ടില്ല. കോഫിയുടെ കൂടെ ചുരുട്ടി പിടിക്കാനായിട്ട് കടികളെല്ലാം എണ്ണ പലഹാരം ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല മരച്ചിനിയും ചമ്മന്തിയും കിട്ടുമായിരുന്നു. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കൂടുതൽ കാലറീസും കാണൂല. ആ മരച്ചിനി എടുത്ത് ചമ്മന്തിയിലൊരു ഡിപ്പ് അടിച്ചിട്ട് നേരെ ഒരു തട്ട്. സംഗതി അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എന്നിട്ട് ആ കോഫിയും കൂടെ എടുത്ത് കുടിച്ചപ്പോൾ തണുപ്പിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടി. കുറേ നാളായിട്ട് മരച്ചിനിയും ചമ്മന്തിയുടെ ഒന്നും ടേസ്റ്റ് വായിക്ക് വശമില്ലാത്തതുകൊണ്ട് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചായയും കടികളെല്ലാം കഴിച്ച് തീർത്ത് പൈസ സെറ്റിൽ ചെയ്ത് മഴയെ തടുത്ത് നേരെ വീട്ടിലോട്ടാണ്. കുറച്ച് മ്യൂസിക് കേട്ട് വീട്ടിൽ പോകുന്ന നല്ല സെറ്റായിരിക്കും. പോരാത്തതിന് മഴയുണ്ട്. എന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട. സീ യു ദ നെക്സ്റ്റ് വീഡിയോ.